ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ കശ്മീരിൽ നടന്ന ഇൻസിഡൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ വിഷയം സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഇട്ട വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. കാരണം ഇത് ഒരു ഫുൾ ലെങ്ത് വീഡിയോ സംസാരിക്കാനുള്ള വിഷയം ഇതിനകത്തുണ്ട്. പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു തീവ്രവാദ ആക്രമണമാണ്. തീർച്ചയായിട്ടും തീവ്രവാദ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാനലിൽ ചർച്ച ചെയ്യും. പക്ഷേ ഓൾറെഡി തന്നെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഏതാണ്ട് 28 ആൾക്കാരോളം ഇപ്പം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ഇറ്റലിയിൽ നിന്നുള്ള പൗരനുണ്ട്, ഇസ്രായേൽ പൗരനുണ്ട്, നേപ്പാൾ പൗരനുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിദേശികളായിട്ടുള്ള ആൾക്കാർ. അതിലുപരിയായിട്ട് ഇന്ത്യയിൽ നിന്ന് കർണാടക, കേരള, ആന്ധ്ര ഈ 3 സ്റ്റേറ്റിലുമുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇതിലുപരിയായിട്ട് അത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. കശ്മീരിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആൾക്കാരും, കഴിഞ്ഞ വർഷം 2024 ഏതാണ്ട് 2.5 ലക്ഷം ആൾക്കാരും, ഈ നടപ്പ് വർഷം ഏതാണ്ട് 3 ലക്ഷം ആൾക്കാർ ഇതുവരെ വിസിറ്റ് ചെയ്തു എന്നാണ് മൊത്തത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത. അപ്പൊ ഈ രീതിയിൽ കശ്മീർ ടൂറിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആർക്ക് സഹിക്കുന്നില്ല? ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ആ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ആസിം മുനീർ എന്താണ് സംസാരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞതാണ്. ഖുറാനിലെ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഹിന്ദുക്കളെ, അതായത് ഇസ്ലാം ഇതര മതസ്ഥരെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് നടത്തിയത് ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും. അതിലുപരിയായിട്ട് കശ്മീരിനെ ജുഗുലാർ വെയിൻ എന്നാണ് ആള് വിളിച്ചത്. അതായത് കശ്മീർ വാലി അവരുടെ ജുഗുലാർ വെയിൻ അത്രേ. ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് അയാൾ അതിനെ സൂചിപ്പിച്ചത്. അപ്പൊ അവിടെ ഇരുന്ന പഴുത്ത ആർമിക്കാരന്മാരും ഇപ്പൊ നിലവിൽ അവിടെയുള്ള ആർമിക്കാരന്മാരെല്ലാരും കൂടെ ഗൂസ് ബമ്പ് വന്നിട്ട് കരഘോഷം ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ ചാനൽ കിടപ്പുണ്ട്. ഇനി ഇതിന്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനും പാകിസ്ഥാനിന്റെ ഇന്റലിജൻസും തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള കാരണം. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഈ LET ലഷ്കർ തൈബ എന്ന് പറയുന്ന ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്ന എവിടെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മുമ്പ് ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിനെയും ഹിന്ദുക്കളെയും, അതേപോലെ ഇന്ത്യയിലെ കശ്മീരിലെ ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആഹ്വാനം ഈ LET സംഘടന പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തിയിരുന്നു. ഇപ്പൊ ഈ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കാണിക്കുന്ന ഇമേജില്ലേ, ഇത്രമാത്രം ഇത് സ്വിറ്റ്സർലാൻഡ് പോലെ ഇങ്ങനെ ഗ്രീൻ ഫീൽഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇതിനകത്ത് കണ്ടീഷനാണ് അതിന്റെ ഉള്ളിൽ റോഡോ അല്ലെങ്കിൽ ഇതേപോലെ വഴിത്തടങ്ങളോ ഒന്നും തന്നെ വെട്ടാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് അതിനകത്തുള്ളത്. കാരണം അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കിക്കോ, ഈ ഇമേജിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അപ്പുറത്ത് കാടുകളാണ്, വനം പ്രദേശമാണ്. ഈ വനം പ്രദേശം എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് യുവമാർ പോയി തമ്പടിച്ചിരിക്കുന്നത്. ഫോറസ്റ്റിനകത്ത് യുവമാർ എവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ കണ്ടെത്തി യുവമാരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഡ്രോൺ വെച്ച് പോലും നമുക്ക് യുവമാരെ കണ്ടെത്താൻ ഭയങ്കര പാടാണ്. ആ രീതിയിൽ ഒരു ഡീപ്പ് ഫോറസ്റ്റ് ആണിത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു തീവ്രവാദ ആക്രമണം നടന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഒരു 150-200 മീറ്ററോളം നടക്കാനുണ്ട്. അവിടെ വെടിയേറ്റ് വീണ് കിടന്ന ആൾക്കാരെ പോലും ഈ കഴുതയുടെ മേളിൽ വെച്ച് 150 to 200 മീറ്റർ ആ കഴുതപ്പുറത്ത് കൊണ്ടുവന്നിട്ട് മെയിൻ ഏരിയയിൽ വന്നിട്ടാണ് പിന്നെ ആർമിയുടെ ഹെലികോപ്റ്ററിൽ എടുത്തുകൊണ്ട് പോയിട്ട് ആർമി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ആക്രമണത്തിന്റെ നേച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ മെയിൻ സ്ട്രീം മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫർദർ ആയിട്ടുള്ള വിഷയങ്ങൾ, ഇന്ത്യയിൽ ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ പലരും രാവിലെ തമ്പനയിലൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിലുള്ള തമ്പനയിലുമായിട്ടൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ പുറത്തു വരാത്ത, സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളാണ്. ഇനിയിപ്പോ ഇതിനകത്ത് നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നോക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത് കേട്ടോ. അതാണ് മനസ്സിലാക്കുന്നത്. കാരണം മെയിൻ സ്ട്രീം മീഡിയ ഓൾറെഡി തന്നെ ഈ ന്യൂസ് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മെയിൻ സ്ട്രീം മീഡിയാസ് പറയാത്ത കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഇപ്പൊ ആർമി, ഇന്റലിജൻസ്, RAW ഇതെല്ലാം തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ആർമിക്ക് ഇതിനകത്ത് വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർമിക്ക് വീഴ്ചയില്ല. ആർമിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഏരിയ ആർമിയുടെ കൺട്രോളിലുള്ള ഏരിയ അല്ല. ഇത് ശരിക്കും JNK പോലീസിന്റെ കൺട്രോളിലുള്ള ഏരിയ ആണ്. JNK പോലീസ് ഒമർ അബ്ദുള്ളയുടെ കീഴിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കോണം. ഈ ഒമർ അബ്ദുള്ള വരുന്നതിന് മുമ്പേ പണ്ടേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ കശ്മീരിൽ ഈ ഇലക്ഷൻ നടത്തുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ പഴയ വീഡിയോ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കശ്മീരിൽ ഇലക്ഷൻ വെക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. അവിടെ കുറച്ച് നാൾ കൂടി ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് റൂള് തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് ഇന്ത്യയിൽ നടന്ന ഈ ഒരു ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് സപ്പോർട്ടുമായിട്ട് ആദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയ രാജ്യം ഇസ്രായേലാണ് കേട്ടോ. നമ്പർ 1.
അത് കഴിഞ്ഞ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്, സിംഗപ്പൂർ പറഞ്ഞിട്ടുണ്ട്, ചൈന അങ്ങും ഇല്ലാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. പിന്നെ പാകിസ്ഥാൻ കൈകഴുകൽ സ്റ്റേറ്റ്മെന്റ്, സ്ഥിരം നാടകമാണ്. അതായത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ കുഴപ്പമില്ല, ഇത് സംഭവിച്ചത് എന്താണ് നമുക്ക് അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാന്റെ ഗവൺമെന്റിൽ നിന്ന്. പക്ഷെ പാകിസ്ഥാൻ മിലിറ്ററിയും ISIയും ആണ് ഇതിന്റെ പുറകിൽ, 100% ഉറപ്പാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇനിയിപ്പോ നമ്മൾ നേരെ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിൽ ട്രംപ് പലരുടെയും ഗ്രീൻ കാർഡ് റിവോക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ഒരു മുസ്ലിം പോപ്പുലേഷനെ അവിടെ കൺട്രോൾ ചെയ്യുന്നു, അതേപോലെ ഈ ഒരു ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? ഇതിനൊക്കെ പലരും പല രീതിയിലുള്ള മുസ്ലിം വിരുദ്ധൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചില ടാഗ് ലൈൻ ഒക്കെ കൊടുക്കും. പക്ഷെ ട്രംപ് ചെയ്യുന്നത് എത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വിഷയമാണ് ഇപ്പം നടന്നത്. തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏത് പുസ്തകത്തിലുണ്ടെങ്കിലും ആ പുസ്തകം ഇന്നത്തെ കാലത്ത് റിലവന്റ് അല്ല, അത് ടോട്ടലി ഇറലവന്റ് ആണ്, അങ്ങനെ പറയാൻ പറ്റും. കാരണം മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ എവിടെയെങ്കിലും പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ കാലത്തേക്ക് റിലവന്റ് അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 100 മുസ്ലിംസ് ഉണ്ടെന്ന് വെച്ചോ, ഇതിനകത്ത് നല്ല സന്മനസ്സുള്ള, മറ്റുള്ള മാനവികതയുമായിട്ട് പൊരുത്തപ്പെടുന്ന, മറ്റുള്ള സമൂഹത്തിനോട് താല്പര്യം കാണിക്കുന്ന മുസ്ലിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, അതിൽ നിന്ന് മാറിക്കോ. ഞാൻ പറയുന്നത് ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള, ഈ ബുക്കിലുള്ളത് അതേപടി ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇസ്ലാം അതെന്റെ ഒരു മതം, ഞാൻ ജസ്റ്റ് ഫോളോ ചെയ്യുന്നു, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 100 മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു 10 പേര് ഈ ഒരു തീവ്ര നിലപാടുള്ള ഈ ഒരു ഫണ്ടമെന്റൽ വേർഡിങ്സ് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നു, അതാണ് ശരി എന്ന് വിചാരിക്കുകയും അതിലൂടെ മതം പ്രചരിപ്പിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന നിലപാടുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചോ. 100 പേർക്ക് 10 പേരുണ്ടെന്ന് വെച്ചോ, ആനുപാതികം. അതായത് ഇപ്പൊ 100 മുസ്ലിംസ് ഉണ്ടെങ്കിൽ അതിൽ 10 തീവ്രവാദികൾ ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതുണ്ടാകുന്നത് അതും ശരിയാണ് എന്ന തരത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത് വായിച്ചിട്ട് ഇതും ശരിയാണ് എന്നുള്ള നിലപാടെടുക്കുന്നത്. മറ്റുള്ള 90% ആൾക്കാരും ഈ 10% ആൾക്കാരെ കണ്ടംപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. അതായത് ഞാനത് ചെയ്താൽ, ഈ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഇവനെ ഞാൻ തടഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടിയിൽ കുറെ പേരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സാധാരണ മുസ്ലിംസ് ഒന്നും ഇതിനെ, ഈ ഒരു തീവ്രവാദ ആക്രമണത്തിനെയോ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നവരെയോ തടയാൻ നിൽക്കാത്തത്. ഏതെങ്കിലും ഒരു മുസ്ലിം ഗ്രൂപ്പ് ഇത്ര നാളായിട്ടും ഹമാസിനെതിരെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ഹമാസിനെതിരാണ്, ഞങ്ങൾ ഹമാസ് ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലെങ്കിൽ ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നത് തെറ്റാണ്, അവരെ എതിർത്തുകൊണ്ട് ഞങ്ങളൊരു സംഘടന, ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന വന്നിട്ടുണ്ടോ? വരില്ല. അതായത് അവർക്ക് അത് എടുക്കാൻ കഴിയില്ല, കാരണം അതിനെ സാധൂകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ ബാക്കിയുള്ള 10 പേര് ഈ പുസ്തകം വളരെ തീവ്രമായ നിലയിൽ പഠിച്ച് ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിലുള്ളത് നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ 10 പേര്. അപ്പൊ ഈ 100 പേര് പോകുന്നതിൽ 10 പേര് ഈ തീവ്രവാദികളാണ്. അപ്പൊ 10 പേർക്ക് മാത്രമേ വിസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാളല്ലേ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആനുപാതികം കുറഞ്ഞു. അപ്പൊ തീവ്രവാദത്തിന്റെ ആ ഒരു തോത് കുറയുമല്ലോ, തീവ്രവാദികളുടെ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു കിട്ടും നാട്ടില്. അതാണ് ട്രംപ് എടുക്കുന്ന യുക്തി, അതാണ് അവിടെ നടപ്പാക്കുന്നത്. നമ്മൾ ഒരു സെക്യുലർ രാജ്യമാണ്, നമ്മുടെ ഉള്ളിൽ ഹിന്ദുക്കള്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഇതര മതത്തിലുള്ള മറ്റുള്ള നാനാജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് സംഭവിക്കുന്നത് ഇതാണ്, നമുക്ക് തടയാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ഞാൻ കാണിച്ച ഈ ഒരു ഇമേജിൽ ഈ ഒരു കാട്ടിനുള്ളിൽ പോയിട്ട് ഇവരെ തപ്പി കണ്ടുപിടിച്ച് ഓരോരുത്തന്മാരായിട്ട് ഇതിനെ വധിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്കും അല്ല, അത് പ്രാക്ടിക്കലും അല്ല. ഞാൻ 3 ആഴ്ചയ്ക്ക് മുമ്പ്, കഴിഞ്ഞ മാസം ഞാൻ ഒരു വീഡിയോ ഇട്ടും പറഞ്ഞിട്ടായിരുന്നു, 60-ലധികം തീവ്രവാദികൾ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് കശ്മീരിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും ആ 60 പേർക്ക് കുറവൊന്നുമില്ല. ഗവൺമെന്റ് തലത്തിൽ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അതായത് ആർമി തലത്തിൽ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ 60 പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഈ വന്ന 4 പേര്, ഈ 4 പേരിൽ 2 പേര് പാകിസ്ഥാന്റെ ഉള്ളിൽ പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് 6-7 വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരാണ്. അതിൽ ഈ 4 പേരിൽ 2 പേര്. അപ്പൊ ഈ ട്രെയിനിങ് ക്യാമ്പുകളൊക്കെ ടാർഗറ്റ് ചെയ്യണം, അതിലേക്ക് വരാം. നോൺ മുസ്ലിംസിനെയൊക്കെ പോയിന്റ് ബ്ലാങ്കിലാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇന്നലെ മുതൽ നമുക്ക് ഈ വാർത്ത ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ നിമിഷവും നമുക്ക് ഷോക്കിംഗ് ആണ്. മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഇന്ത്യയിലുള്ള കശ്മീർ സേഫ് അല്ല, അതിപ്പോഴും ചർച്ചയ്ക്ക് വേണ്ട ഒരു സ്ഥലമാണ്, ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആണെന്ന് വരുത്തി തീർക്കണം. കാരണം കുറെ നാൾ കൊണ്ടേ അവര് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ബാജ്വ എന്ന് പറഞ്ഞ ഒരു
ആർമി ജനറലാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അയാൾക്കും തന്നെ ഒരു കശ്മീർ വിഷയത്തിൽ വലിയ ആക്റ്റീവായ തോതിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പാകിസ്ഥാനിൽ വരുന്ന ആർമി ചീഫ് എല്ലാം തന്നെ ഇസ്ലാമിക് സ്കോളേഴ്സ് ആണ് പൊതുവെ. അതിൽ ഈ ഒരു വന്നിരിക്കുന്ന ഈ ഒരു ആസിം മുനീറും ഇതേപോലെ ഒരു ഇസ്ലാമിസ്റ്റ് ആണ്. അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ മൗദൂദിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ടീച്ചിങ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട വിഷയങ്ങൾ. ഒരു തരത്തിലുള്ള റിസർച്ച് പേപ്പർ പറയുന്നത് ചൈനയ്ക്ക് ഇതിന്റെ പുറകിൽ ഒരു കളിയുണ്ട്. കാരണം ഇത്രയും കാലം ആക്രമണം നടത്താത്ത പാകിസ്ഥാൻ, അവരുടെ പുറകിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ഉണ്ട്, അത് ചൈനയാണ്. ചൈനയ്ക്ക് ഈ ഒരു താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ചൈന വളഞ്ഞ വഴി നോക്കുകയാണ് എന്നുള്ള ഒരു റിസർച്ച് അനാലിസിസും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അവിടെ ഈ ഒരു പെഹൽഗാമിൽ തന്നെ 8 IB ഉദ്യോഗസ്ഥർ, ഇന്റലിജൻസ് ഓഫീസേഴ്സ്, അതിൽ ഒന്ന് കേരളത്തിലുള്ള ഹണിമൂൺ കപ്പിൾ, ഇവരും IB ഉദ്യോഗസ്ഥരാണ്. ബാക്കിയുള്ളവരെല്ലാം കർണാടക, ആന്ധ്ര ഇവിടെയുള്ള IB ഓഫീസേഴ്സ് ആണ്. ഇവരെല്ലാം തന്നെ ഇന്റലിജൻസ് ഓഫീസറാണ്. ഇവരെല്ലാം തന്നെ അവിടെ അവരുടെ ലെഷർ ടൈമിന് വേണ്ടിയിട്ട് പോയതാണ്. ഇവർ ഇങ്ങനെ ഒരു ഇന്റലിജൻസ് ടീം, ഇന്ത്യയുടെ ഇന്റലിജൻസ് ടീം ഇങ്ങനെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു എന്നുള്ള ഒരു ഗസ്റ്റ് ലിസ്റ്റും കൂടെ ഇവർക്ക് പാസ് ആയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടും കൂടി ഉണ്ട് ആർമിയുടെ ഭാഗത്തു നിന്ന്. ഇന്റലിജൻസിന്റെ വീഴ്ച എന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്പർ 1 ആണ്. കാരണം ഇതിനു മുമ്പ് ബിൽ ക്ലിന്റൺ ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുള്ള സമയത്താണ് ഈ ഒരു വിഷയം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലില്ല, സൗദി അറേബ്യ വിസിറ്റിലാണ്. അപ്പൊ സൗദി അറേബ്യ വിസിറ്റ് ക്യാൻസൽ ചെയ്ത് ഇപ്പം തിരിച്ച് മടങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ നിർമ്മല സീതാരാമൻ അമേരിക്കയിലോട്ട് പോയതാണ്, അവരും അവരുടെ പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഇപ്പം മടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഇപ്പൊ ഇന്ത്യക്കുള്ളിൽ എന്താണ് പദ്ധതി ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഡിസ്കഷനാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ചെയ്യാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഇതിൽ വരുന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കാം. പാകിസ്ഥാന് വേണ്ടത് കശ്മീരിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. കാരണം നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഈ കശ്മീരിനെ കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കണം, പക്ഷെ അത് POK കുറിച്ചാണ്, അല്ലാതെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കശ്മീരിനെ കുറിച്ചല്ല എന്നുള്ളതാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്ന വിഷയം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പാകിസ്ഥാൻ ഇതിനകത്ത് കിടക്കുന്ന ഒരു വിഷയം. അപ്പൊ പാകിസ്ഥാന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആർമി ഇപ്പൊ ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളിലുള്ള ജനങ്ങൾ പാകിസ്ഥാൻ ആർമിയെ ഇപ്പൊ വെറുക്കുന്നു. പണ്ടാണെങ്കിൽ ആർമി ഭയങ്കര സ്ട്രോങ് ആണ്, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ വരെ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടിട്ട് ആർമി റൂൾ ചെയ്യുന്ന കപ്പാസിറ്റിയാണ് പണ്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന് ചെറിയൊരു ഭംഗം സംഭവിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബലൂചിസ്ഥാൻ മേഖലയിലും അതേപോലെ ഖൈബർ പഖ്തൂൺവ, അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത് നിന്ന് വരുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിനൊരു കാരണമാണ്. പിന്നെ ചൈനയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ, ഇതിലുപരിയായിട്ട് സെൽഫ് റെസിലന്റ് ഇല്ല, അവിടെ എക്കണോമി റെവല്യൂഷൻ ഇല്ല, പൈസ ഇല്ല ആൾക്കാരുടെ കയ്യിൽ, കടം പോലും കിട്ടുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. ഇതുകൊണ്ട് തന്നെയാണ് അപ്പൊ അവരുടെ ഒപ്പം നടന്നു തുടങ്ങിയ ഇന്ത്യ ഇന്ന് എവിടെയോ എത്തിയിരിക്കുന്നു. അതൊക്കെ അവർക്ക് ജലസാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ത്യയെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. ഇന്ത്യയുടെ ഓരോ അച്ചീവ്മെന്റ്സിനെയും അവരെ അതിശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ആ രീതിയിൽ. കാരണം ഇന്ത്യക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. ഇന്ത്യക്ക് സാധിക്കും, കാരണം ഇന്ത്യയുടെ പ്രിൻസിപ്പിൾ വേറെയാണ്. കാരണം അത് തന്നെയാണല്ലോ ആസിം മുനീർ പറഞ്ഞത്. അതായത് പുള്ളി പറഞ്ഞല്ലോ, ഫൗണ്ടേഷൻ ഓഫ് ദിസ് 2 നേഷൻസ് ആർ ടു ഡിഫറെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അയാൾ. ഇത് തന്നെയാണ് ഫൗണ്ടേഷന്റെ പ്രശ്നം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആസിം മുനീറിനോട് എനിക്ക് പറയാനുള്ളത്, ഫൗണ്ടേഷൻ ഓഫ് ദ 2 നേഷൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു തിങ്ക് അബൌട്ട് ദ ടെററിസം ബേസ്ഡ് ഓർഗനൈസേഷൻ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയ്ക്ക് കസേര കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്കും ഉണ്ടാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. അല്ല, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംസ് ഒക്കെ വിചാരിക്കരുത് മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പാകിസ്ഥാൻ. ഇല്ല, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി മുഹമ്മദ് അലി ജിന്ന തന്നെ ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നാണ് പകുതി പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ആസിം മുനീർ ആ രാജ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. അവർ ആ രാജ്യം ഉണ്ടാകാൻ, മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഭരിക്കാൻ കസേര വേണമായിരുന്നു. ആ കസേര കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ടൂളാണ് ഇസ്ലാമിക് എന്നുള്ളൊരു തിയറി. അതാണ്. കാരണം അലി ജിന്ന ആദ്യമേ ബ്രിട്ടീഷിന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു. അതായത് മുഗൾ എംപററിന്റെ കയ്യിൽ നിന്നാണല്ലോ നിങ്ങൾ ഈ ഒരു സാമ്രാജ്യം പിടിച്ചെടുത്തത്, ബ്രിട്ടീഷ്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ മുഗൾ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ട് ഇരുന്നതാണ് ഇത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ട് തന്നെ ഇത് തിരിച്ചു തരണം എന്നുള്ള നിലയിലുള്ള ആർഗ്യുമെന്റ് ആണ് ജിന്ന വെച്ചത്. അതുകൊണ്ടാണ് അലി ജിന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് മേടിച്ചുകൊണ്ട് പോയത്. എനിവേ, അത് വേറൊരു സൈഡിൽ വേറെ സ്റ്റോറിയാണ്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വരാം. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ കിക്ല എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ ഒരു LET ഓർഗനൈസേഷൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് മീറ്റിംഗ് കൂടിയത്. ഈ ഒരു സ്ഥലത്ത് ഇതിനു മുമ്പ് തന്നെ ഹമാസിന്റെ തീവ്രവാദികൾ വന്നിട്ട് ഇവിടെ ഒരു ഗൂഢാലോചന, എങ്ങനെയാണ് ആക്രമണം നടത്തുക, അതിനെക്കുറിച്ചുള്ള ഇവർക്ക് ഒരു ഓർഗനൈസേഷന്റെ അതായത് സപ്പോർട്ട്, ആ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് അവർ ഇവരുടെ പേര് തിരുത്തിയത്. ഈ പേരെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറാൻ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അതുപോലെ ഇവിടെ ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേര് എനിക്ക് പറയാൻ താല്പര്യമില്ല, കാരണം ആ പേരല്ല പറയേണ്ടത്. ആ പേര് ആരും പറയരുത് കേട്ടോ. അവരെ ഇട്ടിരിക്കുന്ന പേരാണ് TRF. TRF എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്. ഞാൻ പറഞ്ഞാൽ ഇവരുടെ പേരിലുള്ള എപ്പോഴും ഒരു ഫ്രണ്ട്, സെക്യുലർ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരാരും മറ്റുള്ളവരെ അകത്ത് കയറ്റത്തില്ല. പിന്നെ എന്ത് സെക്യുലർ, പിന്നെ എന്ത് ഫ്രണ്ട്? ഇവരുടെ പേരുകളെല്ലാം എങ്ങനെയാണ്? ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നാണ് ഇവരുടെ പേരിട്ടിരിക്കുന്നത്. ഈ പേരിൽ ആരും, ഒരു മീഡിയയും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇവരുടെ പേര്
അങ്ങനെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നോ അങ്ങനെയൊന്നുമില്ല. ഇവരുടെ പേര് തനി തീവ്രവാദികളാണ്. LET അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ ഒരു TRF എന്നുള്ള പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ തീവ്രവാദം എന്നുള്ള ഒരു പരിവേഷത്തിൽ നിന്ന് മാറി ഇതെന്തോ കശ്മീർ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് മാറ്റി തീർക്കാനാണ് ഇവർ ഇങ്ങനെയൊക്കെ പേരുകൾ ഇടുന്നത്. ഇതേ പേര് തന്നെയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ പേര് തന്നെയാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഇടയിൽ ഈ ഒരു ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഉണ്ടാക്കിയ ഒരു പേര് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ഇതേപോലത്തെ ഗിമിക്കുകൾ, ഇതേപോലത്തെ നാടകങ്ങൾ, ഇതേപോലത്തെ ഉടായ്പകളൊക്കെ ഇവർ ഇറക്കും. പക്ഷെ ഇവരുടെ പുറകിലെല്ലാം റിലീജിയസ് മൈൻഡാണ്. അതാണ് ഇതിനകത്തുള്ളത്, ഫണ്ടമെന്റലിസം. ഇപ്പൊ അമേരിക്ക പൂർണ്ണ സപ്പോർട്ട് വന്നിട്ടുണ്ട്, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ പല രാജ്യങ്ങളും സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ നമ്പർ 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇമ്പാക്ട് എന്താണ്? ഇപ്പൊ ഒരു ആക്രമണം നടന്നില്ലേ, ഇപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കശ്മീർ ഒരു അൺസെക്യൂർഡ് ലാൻഡ് ആണ്. കശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ ഇനി കൂടുതൽ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ടൂറിസ്റ്റുകളുടെ വരവിനെ ബാധിക്കും. കശ്മീരിൽ 100% ഉറപ്പുള്ള കാര്യമാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കശ്മീർ വീണ്ടും ഈ ഒരു ഉമർ അബ്ദുള്ളയുടെ കയ്യിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ ഏറ്റെടുക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പാകിസ്ഥാനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് വാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് നല്ലതല്ല. അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ യുവമാരെ തിരിച്ചടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് എന്താണ് പോം വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് വളരെ പരിമിതമാണ്. ഈ ഓപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്താം. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു LETയുടെ സ്ഥാപനങ്ങളും ഇവരുടെ ഈ ഒരു ടെന്റുകളും ഈ ക്യാമ്പൊക്കെ എവിടെയൊക്കെ ഉണ്ടോ ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇസ്രായേൽ മോഡലിൽ ആക്രമണം നടത്താം. നമ്പർ 1. 2, എക്സ്റ്റെൻഡഡ് മോഡൽ സർജിക്കൽ സ്ട്രൈക്ക്. അതായത് എക്സ്റ്റെൻസീവ് ആയിട്ട് കുറച്ച് ലെങ്ത്, ഇപ്പോൾ ഒരു ഒറ്റ സ്ട്രൈക്ക് എന്നുള്ളതിന് പകരം ഒരു നീണ്ടു നിൽക്കുന്ന സർജിക്കൽ സ്ട്രൈക്സ്, ചിലപ്പോൾ 1 വീക്ക് ഇല്ലെങ്കിൽ 7 to 10 days അങ്ങനെ നീണ്ട ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആകാം. അങ്ങനെ നീണ്ട സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോഴത്തേക്കും, അതായത് ഒരു ദിവസം പോയി അടിച്ചിട്ട് വരുന്നതിന് പകരം 2-3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 6-7 ദിവസങ്ങളായിട്ട് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേക ടൈം ലൈൻ ചൂസ് ചെയ്ത് ആ ഒരു ടൈമിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് മടങ്ങി വരിക. ആ നിലയിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ മിസൈൽ വിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കും ഇന്ത്യക്കെതിരെ എന്നുള്ള പേടിയൊന്നും വേണ്ട. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പാകിസ്ഥാൻ അറിയാം ഏതുവരെ പോകണം, ഏതാണ് അവരുടെ ലിമിറ്റ് എന്നൊക്കെ. കാരണം പിന്നെ അവർ ജീവിച്ചിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ സർവൈവൽ ചോദ്യചിഹ്നമാകുന്ന രീതിയിലുള്ള പ്രവൃത്തിയൊന്നും അവർ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതാദ്യം മനസ്സിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ബോർഡറുകളിൽ കിടക്കുന്ന, ബോർഡർ സെക്യൂരിറ്റിയിൽ കിടക്കുന്ന കംപ്ലീറ്റ് അവരുടെ മിലിറ്ററി പോസ്റ്റുകൾ എല്ലാം തന്നെ അടിച്ച് തകർത്ത് പൊട്ടിച്ചാൻ കളയുക. അതായത് റൺ ഓഫ് കച്ച് ആ ഒരു ഏരിയ തൊട്ട് സസ്കർ റൈൻ എന്ന് പറഞ്ഞ ആ ഒരു റീജിയൻ വരെ, ആ ഒരു A to Z ആ ഒരു ഫുൾ ബോർഡറിൽ കിടക്കുന്ന മൊത്തത്തിലുള്ള ആ ലൈൻ ഓഫ് കൺട്രോൾ മൊത്തത്തിൽ അങ്ങോട്ടിരിക്കുന്ന മിലിറ്ററി പോസ്റ്റുകൾ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്ത് കളയുക. 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം, ഷെല്ലാക്രമണം. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ബോർഡർ മൊത്തം തൂത്തുപറക്കി കളയാം. അതൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ബേസ് ക്യാമ്പുകൾ തൊട്ട് കംപ്ലീറ്റ് എവിടെയൊക്കെ പാക് ആർമിയുടെ മിലിറ്ററി ക്യാമ്പുകൾ എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അതിലൊരു 5-6 ക്യാമ്പുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. പറ്റുമെങ്കിൽ ആസിം മുനീറിനെ തന്നെ തൂക്കുക, പറ്റുമെങ്കിൽ ആസിം മുനീറിനെ തന്നെ വധിക്കുക. അതാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് പോയിട്ട് പ്രിസിഷൻ സ്ട്രൈക്ക് മോഡലിൽ വളരെ കൃത്യമായിട്ട് അടിക്കുക. അടിച്ചിട്ട് പാകിസ്ഥാന്റെ ഒരു 8-10 മിലിറ്ററി ക്യാമ്പുകൾ നശിപ്പിക്കുക. അതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പം കുറച്ച് നീണ്ട ഒരു യുദ്ധത്തിലേക്ക് പോവാം. പക്ഷെ അങ്ങനെ ആയാൽ തന്നെയും പാകിസ്ഥാൻ ഈ ഒരു സാഹചര്യത്തിൽ അത്ര നീണ്ട ലെങ്തി ആയിട്ടുള്ള ഒരു യുദ്ധം പർവേഷ് മുഷറഫ് ഇരുന്ന സമയത്ത് നടത്തിയതുപോലെയോ അങ്ങനെയൊന്നും നടത്താൻ കഴിയില്ല. ആ ഒരു കപ്പാസിറ്റി ഇപ്പൊ അവർക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇവരെ റെസ്ട്രിക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ദയം ഈ തീവ്രവാദികളോട് കാണിക്കേണ്ടതല്ല. ഞാൻ ഈ കൃത്യം നടത്തിയ 4 പേരിൽ മാത്രം ഒതുക്കുന്നില്ല തീവ്രവാദി എന്നുള്ളത് ആസിം മുനീർ തൊട്ടേ തീവ്രവാദികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാന്റെ ഉള്ളിൽ നിയമനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൗദൂദിസം അത് മുതലേ തീവ്രവാദം തന്നെയാണ്. ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഖൈബർ പഖ്തൂൺവ മേഖലയിലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുത്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കുക, ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാക്കുക. കഴിഞ്ഞ 1 മാസം കൊണ്ട് ഏതാണ്ട് ലക്ഷക്കണക്കിൽ അഫ്ഗാനിസ്ഥാൻ റെഫ്യൂജികളെ ഇവര് ബോർഡർ കടത്തി വിട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന്. അവരിപ്പോ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ വീടും കൂടി ഇല്ലാതെ വെളിമ്പറമ്പുകളിൽ കിടന്ന് ഉറങ്ങാണ്. അതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ. നല്ല തണുപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇന്ത്യക്ക് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് അടിച്ചു ഒതുക്കുന്നാണ് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുകൾ തന്നെ വലിയ തീവ്രവാദികളാണ്. അവന്മാർക്ക് തന്നെ ഇവന്മാരെ തലവേദനയാണ്. ആ രീതിയിലാണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അഫ്ഗാനിസ്ഥാനൊക്കെ ഇന്ത്യക്ക് ഫുൾ ആൻഡ് ഫുൾ സപ്പോർട്ടാണ്. അവർ ഓൾറെഡി തന്നെ സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ ഗ്ലോബലി തന്നെ ഇവരെ തീവ്രവാദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കണം. FATF ഇവരെ വീണ്ടും ഇതേപോലെ ഇവരെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് തള്ളണം. ഇതൊക്കെ ഇന്ത്യ ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇവർക്ക് ഇന്ത്യ ത്രൂ പാസ് ചെയ്തു പോകുന്ന വെള്ളം മൊത്തം നിർത്തണം. സ്റ്റോപ്പ് ഓൾ ദ വാട്ടർ സർവീസസ്. ഇതെല്ലാം നിർത്തേണ്ടതാണ്. അപ്പൊ ഇത്തരം പരിമിതമായ ഓപ്ഷൻസ് ആണ് നമുക്ക് നിലവിലുള്ളത്. നമ്മൾ തലങ്ങും വിലങ്ങും ബുദ്ധിമോശം കാണിച്ചിട്ട് ആവേശത്തിൽ പോയി പാകിസ്ഥാനെ ആക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ കുറെ ഉണ്ട്. നമ്മൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, നമുക്കിപ്പോൾ നടക്കുന്ന ബിസിനസ് പ്രോഗ്രസ്, ഈ നാടിന്റെ ഗ്രോത്ത് എല്ലാം തന്നെ നിൽക്കും.
ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന് സംഭവിച്ചത് ഇതാണ്. ഇസ്രായേൽ ശരിക്കും സൗദിയുമായിട്ട് ഒരു നോർമലൈസേഷൻ ഡീൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലെ ഈ ഒരു ടൈം ലൈൻ എടുത്ത് ഹമാസ് ആക്രമണം നടത്തിയതാണ്. ആ നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേൽ സൗദിയുമായിട്ടുള്ള നോർമലൈസേഷൻ ഇങ്ങനെ ലെങ്തി ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഇസ്രായേലും സൗദിയും നോർമലൈസേഷൻ ഉണ്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനെ തടയാൻ കഴിയില്ല, ഹമാസിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. വേണമെങ്കിൽ കുറച്ച് ഡിലേ ചെയ്യാം, അത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ നടത്തിയിരിക്കുന്ന ഒരു ഡിലേ ആണ്. അപ്പൊ ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഹമാസിനെ ഇവിടെ നിന്ന് തൂത്തുപറക്കി വെളിയിൽ കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിൽ സർവൈവൽ ഉള്ളൂ. കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള ഇതര സുന്നി രാജ്യങ്ങളൊക്കെ, ഇപ്പം സൗദി ആയിക്കോട്ടെ, അവർക്ക് തിരിച്ചറിവുണ്ട്. ജോർദാൻ ആയിക്കോട്ടെ, മറ്റുള്ള മാക്സിമം രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് നിശ്ചിത തോതിലുള്ള ട്രേഡ് നടത്തുന്നുണ്ട്. ഈവൻ മൊറോക്കോ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ വന്ന തിരിച്ചറിവ്, ഈ ഒരു ഗാസ എന്ന് പറഞ്ഞ ഒരേ ഒരു സ്ഥലം ഈ ഒരു ഹമാസ് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്കൊന്നും ഇസ്രായേലുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, ഒരു 5-10 വർഷം താമസിച്ചാലും കുഴപ്പമില്ല. യുവമാരെ പൂർണ്ണമായിട്ട് തൂത്തുപറക്കി കളഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇസ്രായേൽ വിചാരിച്ച് ഈ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും ചെയ്യേണ്ടത്. ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന്റെ റിറ്റാലിയേഷൻ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് ഞാനും നിങ്ങളെ പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഞാൻ നിങ്ങളെ റോങ് ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് ഇന്ത്യ ഇപ്പൊ അടിക്കും നാളെ അടിക്കും ആ രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ വീണ്ടും ഈ വിഷയത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.